ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ രാവിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഈ രാവിലെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പാണ്. നൂലപ്പത്തിൻ്റെ കൂടെ നാളികേരപ്പാലാണ് കോമ്പിനേഷനായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത്, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു കോമ്പിനേഷൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് നാളികേരപ്പാലിൽ മധുരവും ഉപ്പൊക്കെ ചേർത്തിട്ട് ഉള്ള ആ ഒരു കോമ്പിനേഷൻ. കറികളല്ല ഇവിടെ കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ എന്താ പറയുക, അപ്പം, ഇടിയപ്പം, അതിൻ്റെ കൂടെ ഇടിയപ്പം എന്നല്ല, ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നൂലപ്പം എന്നിട്ട് പറയുക. അതിൻ്റെയൊക്കെ കൂടെ ഉള്ള ഒരു ഇഷ്ടപ്പെട്ട, ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനൊക്കെയാണ്. അപ്പോൾ അത് യുവാനും എണീറ്റിട്ട് ബിങ്കോയുടെ കൂടെ കളിക്കുന്നുണ്ട്. ബിങ്കോ ബോളൊക്കെ എടുത്തിട്ട് കളിക്കലും ഓടലും കാര്യങ്ങളൊക്കെയാണ് ഇത് രാവിലെ നടക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പിലോപ്പി എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അപ്പോൾ അതിനൊന്ന് പിടിക്കണം. ബാക്കിൽ എന്താ പറയുക, ഒരു റിങ്ങിൽ പിലോപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ മാങ്ങയൊക്കെ രാവിലെ പറക്കിക്കൊണ്ട് വെച്ചതാണ്. നല്ല നാട്ടുമാങ്ങയാണ്, നല്ല മണവും നല്ല ടേസ്റ്റാണ്. നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും തന്നെ കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് ഈ റിങ്ങിലാണ് കേട്ടോ പിലോപ്പി ഉള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് കളയാണ്. മുന്നേ ഇവിടെ ഫ്രണ്ടിലൊരു പൂളുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ടിരുന്ന പിലോപ്പി ആയിരുന്നു. ആ പൂള് പൊളിച്ച് കളഞ്ഞപ്പോൾ ഇതിൽ കൊണ്ടിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തോരം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണതാകുമ്പോൾ നമുക്ക് അത്ര വിശ്വസിച്ചൊന്നും മീനൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ പക്ഷേ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മുന്നും ഇവിടെ പൂളിയിൽ നിന്നൊക്കെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ട് ഞാൻ ഒരു 2 വർഷമൊക്കെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂളിയിൽ നിന്ന് ഈ പിലോപ്പീനെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ട് അതിനെ ഗ്രില്ല് ചെയ്യണ ഒരു വീഡിയോ. അന്നൊക്കെ കാണുന്നവർക്ക് ഒരു പക്ഷെ അറിയുണ്ടാവും. അപ്പോൾ ബിങ്കോനതേ കൂട്ടിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്കേ വരാറില്ല, ബിങ്കോനെ ഇവിടെ തുറന്നിട്ടിരിക്കണ കാരണം. അപ്പോൾ പിള്ളേരും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മീനെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ വെള്ളം മുഴുവൻ ഇങ്ങനെ കളയണം കേട്ടോ. അപ്പോൾ അടിഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല പച്ച കളറിലാണ് കിടക്കണത്. അതിൻ്റെ മുകളിൽ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നാലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കളറൊക്കെ മാറിയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വലിപ്പം വയ്ക്കാത്തൊരു ടൈപ്പ് പിലോപ്പിയാണ്. കണ്ടില്ലേ, ഇത്രയൊക്കെയാണ് മാക്സിമം വലുതാവുള്ളത്. അപ്പോൾ അതിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളപ്പുറത്ത് അരോണയുടെ ആ ഒരു ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. ആ ഒരു റിങ്ങിലും ഒക്കെ ഇടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എടുക്കുന്നില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് സക്കറാണ് കേട്ടോ. സക്കറ് മുന്നേ അനുപെണ്ണങ്ങാണ്ട് ഇട്ടിട്ടുള്ളതാണ്. ഇതിൽ 2 എണ്ണം കണ്ടൊക്കെ ഉണ്ടായിരുന്നത്. നല്ല വലിയ സക്കറാണ്. അപ്പോൾ സക്കർ ഇട്ട് കഴിഞ്ഞാൽ ഈ പായലുകൾ കഴിക്കാനും ഒക്കെ നല്ലതാണല്ലോ. ഇതിൽ കുറേ പായലുണ്ട്. എന്നാലും ഒരു പരിധി വരെ നമ്മൾ അക്വേറിയത്തിലൊക്കെ സക്കറിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായലും ഇതൊക്കെ തിന്നിട്ട് അക്വേറിയൊക്കെ നല്ല ക്ലീനാക്കാനും ഒക്കെ സഹായിക്കും സക്കർ. പിന്നെ പൊതുവെ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഫുഡ് ഡെയിലി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ പിലോപ്പിക്കൊക്കെ വേണ്ടിയിട്ട് അരോണയ്ക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനും ഇട്ട് കൊടുക്കും. അപ്പോൾ അതേ കണ്ടോ, ചിലതൊക്കെ താഴേക്കൊക്കെ പോയി വെള്ളം വന്ന കൂട്ടത്തിൽ. അപ്പോൾ അതിനൊക്കെ എടുത്തത് അപ്പുറത്തെ അരോണയുടെ ആ ഒരു റിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിന് പിലോപ്പി എന്നൊക്കെ പറയുമ്പോൾ നല്ല മുള്ളല്ലേ. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകും. അതുപോലെയാണ് മുള്ള്. അതിപ്പോൾ കഴിക്കുമ്പോഴാണെങ്കിലും മുള്ളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കയറും. ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മീനാണല്ലോ ഈ പിലോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പിലോപ്പിനെയൊക്കെ പിടിച്ച് ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യലാണ് ഇനിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. പല രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ ചെത്തിയെടുക്കാം, അല്ലെങ്കിൽ ഒരച്ചെടുക്കാം, തൊലി പൊളിച്ചെടുക്കാം. അങ്ങനെ പല രീതിയിൽ എടുക്കാമല്ലോ. അപ്പോൾ അമ്മ ക്ലീൻ ചെയ്യാനൊക്കെ എക്സ്പേർട്ടാണ്. അപ്പോൾ അമ്മ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് എല്ലാത്തിനെയും അങ്ങോട്ട് പിടിച്ച് എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഈ ജാതി മരങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ കിടക്കിലേക്ക് ഇങ്ങനെ തുറന്ന് ഇട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മീനിൻ്റെ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ, മീൻ വളർത്തുന്ന വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നല്ല വളം കൂടുതലുള്ളൊരു വെള്ളമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചെടികൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ലതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ അക്വാപോണിക്സ് അങ്ങനത്തെ കൃഷി രീതികളൊക്കെ ശരിക്കും നല്ല എന്താ പറയുക, വേറെ വളങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മീനൊക്കെ കൊണ്ടുവന്നത് ഇവിടെ അങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. പിള്ളേർ എല്ലാത്തിനെയും നോക്കലും എടുക്കലൊക്കെ ചെയ്യുന്നുണ്ട്. എടുക്കുന്നില്ല കേട്ടോ. എടുത്തു കഴിഞ്ഞത് കയ്യിൽ മുള്ളൊക്കെ കൂടുതൽ കുത്തിക്കയറും. അപ്പോൾ അത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി. അപ്പോൾ നൂലപ്പം നാളികേരപ്പാലും പൊതുവെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള നാളികേരപ്പാലായിരിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നു കേട്ടോ.
ഇവിടെ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ചോറൂറ്റുന്ന പരിപാടിയാണ്. ഇവിടെ എപ്പോഴും വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്നാമത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇവിടെ പട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ചോറ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണം. പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റും അങ്ങനത്തെ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ കക്കറച്ചി കൊണ്ട് ഒരു ചേച്ചി വന്നു കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കക്കറച്ചി അതുപോലെ ഞണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചേച്ചിയാണ് കൊണ്ടുവരാറ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കക്കറച്ചിയാണ്. അപ്പോൾ ഈ ചേച്ചി ആകുമ്പോൾ ഈ ചേച്ചി അതിനെ ക്ലീൻ ചെയ്ത് ഒക്കെ തരുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അളവിൽ കക്കറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി അത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ പോകണിട്ട്. അപ്പോൾ ചില ഏരിയയിലൊന്നും ഈ കക്കറച്ചി ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറയുന്നത് അതിങ്ങനെ ഒരു അഴുക്ക് സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ തുറപ്പിച്ചിങ്ങനെ കളയും. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ആലപ്പുഴ അങ്ങനെ പല ഏരിയകളിലൊന്നും അത് ക്ലീൻ ചെയ്ത് കളയില്ല. അങ്ങനെ എന്നോടെ തന്നെയാണ് കറി അല്ലെങ്കിൽ ഇപ്പോൾ കക്കറച്ചി തോരനോ റോസ്റ്റോ എന്താണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടാണോ ഉണ്ടാക്കുക? അതുപോലെ കണ്ടിട്ടുണ്ട് ഈ കക്കയുടെ ഷെല്ലടക്കം കറി വയ്ക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കൂടുതലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാവുമ്പോൾ. പക്ഷേ ഇവിടെ സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് മീൻ നന്നാക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടില്ലേ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കത്രികയൊക്കെ വെച്ച്, അതായത് ഫിഷ് കട്ടറൊക്കെ വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് അമ്മ ഇപ്പോൾ തൊലി പൊളിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മീനൊന്നും ചത്തിട്ടില്ല കേട്ടോ, ഒക്കെ ഇങ്ങനെ കിടന്ന് പെടയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു കട്ടിങ്സ് കൊടുത്തിട്ട് വശങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊലി പൊളിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് തൊലി പൊളിച്ച് എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ മിക്കവാറും സ്ഥലങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ചേച്ചി വേഗം വേഗം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാട്ടോ ഞാൻ ഈ ഉണക്കമീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന സമയത്ത് ഉണക്കച്ചെമ്മീനൊക്കെ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുക. ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഉണക്കിയെടുക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നല്ലത് കിട്ടാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം തൊലി പൊളിച്ചെടുക്കണം ചെയ്യുന്നത്. തലയുടെ ഭാഗവും കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ പലിഞ്ഞീനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇത് ഇത്രയാണ് വലുതാവുള്ളൂ ഈ പിലോപ്പി. ചില പിലോപ്പി ഉണ്ട് നല്ല വലിപ്പത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനാണ് കൂടുതൽ നല്ലത്. ഒരുപാട് വലിപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ടുപേരും ഇവിടെ മീൻ നന്നാക്കൽ പരിപാടികളിൽ തന്നെയാണ്. ഈ മീൻ കൊണ്ടുവരുന്ന ചേച്ചി ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും ഈ ഞണ്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് ഉണ്ടല്ലോ, ഈ പുഴയിലത്തെയൊക്കെ ഞണ്ട്, അതായത് നല്ല വലിപ്പത്തിലുള്ള അതായത് ജീവനോട് കൂടിയുള്ള ഞണ്ടിനെയൊക്കെ എപ്പോഴും കൊണ്ടുവരാറൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേയുള്ള ഒരു പരിചയമാണ്. ഇപ്പോൾ ഞണ്ട് അല്ലെങ്കിൽ ഈ കക്കറച്ചി അതുപോലെയുള്ള ഷെൽ ഫിഷുകളൊന്നും കുറേ പേരൊന്നും കഴിക്കില്ല, എനിക്കറിയാം. അലർജിയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നന്ദൂനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അലർജിയാണ് കേട്ടോ. ഇപ്പോൾ ഞണ്ട് പ്രോൺസൊക്കെ അലർജിയാണ്. ഒരു വർഷം മുമ്പ് വരെയൊന്നും അലർജി അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അലർജി പലർക്കും പല രീതിയിലാണ്. നല്ല രീതിയിൽ അലർജി വന്നിട്ട് അത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കക്കറച്ചിയൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി നന്നായിട്ടിത് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ നന്നായിട്ട് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മണൽ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കഴുകി വാരി എടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇവരിത് ഇങ്ങനെ പുഴുങ്ങിയതിന് ശേഷമാണല്ലോ ഇതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു കക്കറച്ചി വേർതിരിഞ്ഞ് വരിക. അപ്പോൾ അതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇവർ രസം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ മണൽ കാര്യങ്ങളാട്ടോ. അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ മണ്ണ് കാര്യങ്ങളൊക്കെ കടിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇത് കുറേ അളവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കക്കറച്ചി വെച്ചിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്, അമ്മ ഉണ്ടാക്കാറുണ്ട് കക്കറച്ചിയുടെ അച്ചാർ. ഞാനും കക്കറച്ചിയുടെ അച്ചാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. കക്കറച്ചി തോരനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അരച്ച് എടുത്തതിന് ശേഷം പിന്നെ ഒരു മസാല തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റിയാണ്, ഡൈജഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ മസാല സാധാരണ ഇപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാല തയ്യാറാക്കുക. അപ്പോൾ ഇതിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു കക്കയിറച്ചി ഫ്രൈ ഒക്കെ തയ്യാറാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അച്ചാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോൺ വെജ് പിക്കിൾസൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ കക്കയിറച്ചി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് അച്ചാറാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മീനും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ. എന്നിട്ട് പിന്നെ അതിലും മസാല തേച്ചിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വറുത്തെടുക്കുന്നത് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേ വറുത്തെടുക്കുള്ളൂ. അപ്പോൾ മീനിലും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. രണ്ട് ഭാഗം നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഈ ഒരു പിലോപ്പി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഫ്ലഷൊക്കെ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലഷ് ആണല്ലോ അതിനുള്ളത്. പിന്നെ ഇത് ഇവിടെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വരണ ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഈ ചേട്ടനാണ് അയൺ ചെയ്ത് കൊടുക്കാറ്. ഞാൻ മുന്നും കാണിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെക്കേഷനൊക്കെ വന്ന സമയത്തായിരുന്നു ഈ ചേട്ടൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടാണ് ഈ ഒരു ചേട്ടൻ ഇതെല്ലാം അയൺ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ ചേട്ടന് ശരിക്കും പറഞ്ഞാൽ നാട് തമിഴ്നാടാണ്, പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ഈ ടാപ്പിലത്തെ വെള്ളത്തിന് ഒരു ഭയങ്കര ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യന്മാരൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ, പ്ലംബേഴ്സ് അങ്ങനെ വന്നിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയുക ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. എന്തോ ഈ ചൂടുവെള്ളത്തിൻ്റെ ആ ഒരു ടാപ്പ് ഉണ്ടല്ലോ, നമ്മൾ സോളാർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിനായിരുന്നു ഈ ഒരു ബാഡ് സ്മെല്ല്. ഞാനായിരുന്നു ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ വാഷ് ബേസിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ബാഡ് സ്മെല്ല് വന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എല്ലായിടത്തേക്കും ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരത് വന്നതിന് ശേഷം അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യായിരുന്നു കേട്ടോ. ഈ സോളാറിൻ്റെ ഒരു ഔട്ടർ ഉണ്ടല്ലോ, അതായത് സോളാറിൻ്റെ ഒരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ ചെറുത്, അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കയറിയതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഒക്കെ വാഷ് ചെയ്ത് ഒക്കെ ക്ലിയർ ചെയ്തു. ഭയങ്കര ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കക്കയിറച്ചി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ഇപ്പോൾ തന്നെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ വയ്ക്കണമെന്നുണ്ടെങ്കിലും അച്ചാറുണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോഴും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇങ്ങനെയാണെങ്കിലും നന്നായിട്ട് തന്നെ വരും. നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിലാണല്ലോ ഒരുപാട് മസാല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ മസാല ഉപയോഗിക്കാണ്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇല്ലാതെയും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എണ്ണ ഒഴിച്ച് ഈ ഒരു കക്കയിറച്ചി ഇട്ടതിന് ശേഷം അടച്ച് വെക്കുക. ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും കക്കയിറച്ചി ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത്. അതുപോലെ കഴിക്കുമ്പോഴാണെങ്കിൽ നന്നായിട്ട് ചവച്ച് ആ ഒരു രീതിയിൽ കഴിക്കുക, അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. അപ്പോൾ അത് നമ്മുടെ ബിങ്കോ ഇവിടെ നിൽക്കുന്നുണ്ട്. ബിങ്കോ ഓട്ടം ചാട്ടം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വ്ളോഗല്ല കേട്ടോ, ഇത് 2 ദിവസം ഞാൻ കമ്പൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് അവിയൽ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള അവിയൽ കറി. അതുപോലെ വിറകടുപ്പിൽ ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി എന്നല്ല, എന്ത് കറിയാണെങ്കിലും ഈ വിറകടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മൾ മുന്നേ ധർമ്മേട്ടൻ്റെ ചായക്കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ബീഫ് കറിയൊക്കെ വിറകടുപ്പിൽ വെക്കുന്നത് നല്ല രുചികരമായിട്ടുള്ളതല്ലേ. അപ്പോൾ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രേവിയോട് കൂടിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടച്ച് വെച്ചിട്ട്. പിന്നെ ആ ഒരു ചിക്കനിൽ നിന്ന് വരണ വെള്ളവും അങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ അതേ കൊള്ളി
ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്ന് പറയും, പല സ്ഥലങ്ങളിലും കപ്പ, ചീനി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടില്ല. അപ്പോൾ അതും കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇവിടെ നാട്ടിലാവുമ്പോൾ നല്ല കൊള്ളി കിട്ടും. ഇതേ കുട്ടികളിവിടെ എൻജോയ് ചെയ്യണം കേട്ടോ, വെള്ളത്തിലൊക്കെ കളിച്ച്. അപ്പോൾ യുവാനും അവിടെ സ്പ്രിങ്ക്ലർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കലും കളിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ പുറത്താണ് നിൽക്കുന്നത്, അവിടെ ബിങ്കോ ഉണ്ട്, അത് കാരണം എന്നോട് പുറത്ത് നിന്ന് കളിക്കണത് കേട്ടോ. അപ്പോൾ വെക്കേഷനാണ്, പ്രത്യേകിച്ച് നല്ല ചൂടല്ലേ. അപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷനാണ് കുട്ടികൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിലും. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് കളിക്കണം. ഈ കുട്ടികളൊക്കെ ഈ ഗാഡ്ജറ്റ്സ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള കളികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഏതു നേരം ഈ ടാബ്, TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഈ ഒരു രീതിയിലൊക്കെ ഈ പഴയ കാല കളികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ വരും. കണ്ടില്ലേ, മുരിങ്ങക്കായ കണ്ടോ, കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും കിച്ചണിലേക്ക് വന്നു. അപ്പോൾ നാളികേരം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഈ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നാളികേരം ഇതൊന്ന് ചെരുകി എടുക്കുന്നതിന് പകരം ഇതുപോലെ ആ ഒരു കല്ല് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ നാളികേര പാൽ എടുക്കാനൊക്കെ പറ്റുമല്ലോ. ഇത് മാങ്ങ ഇവിടെ കുറേ വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു നാട്ടുമാങ്ങ തന്നെയാണ്. അപ്പോൾ ടെറസിൽ വീണതൊക്കെ ഞാനിങ്ങനെ പറക്കിയെടുക്കുമായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഇങ്ങനെ ചതഞ്ഞിട്ടുണ്ടാവും ഒരു ഭാഗമൊക്കെ. പിന്നെ വെയിൽ വരുമ്പോഴും അതിന് ടേസ്റ്റിലൊക്കെ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ നമ്മളിത് എന്താ പറയുക, പൊട്ടിച്ചും പറക്കിയൊക്കെ റിലേറ്റീവ്സിനും എല്ലാവർക്കുമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. അതിൻ്റെ ഒരു മണാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അത്ര നല്ല അടിപൊളിയായി ഈ ഒരു മാങ്ങ. പിന്നെ ഇത് കറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുമ്പളങ്ങ നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത്, ഇവിടെ വീട്ടിലൊക്കെ പൊതുവെ നാളികേരപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നാളികേരപ്പാലും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അവസാനം ഉള്ളി കാച്ചി ഒഴിക്കണ ആ ഒരു കറിയാണ്. ആ ഒരു കുമ്പളങ്ങ ഓലനല്ല, ഒരു ഓലനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കുമ്പളങ്ങ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നല്ലതല്ലേ, ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ കുമ്പളങ്ങ കഴിക്കണത്, അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസൊക്കെ ഭയങ്കര നല്ലതാണ്. കുമ്പളങ്ങയൊക്കെ ഈ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് ജ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കൂല പലരും. പിന്നെ ഈ കുഷ്മാണ്ഡ രസായനം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കുമ്പളങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അതിൽ. ഈ ഹെർബൽസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഈ കുഷ്മാണ്ഡ രസായനം. കുഷ്മാണ്ഡ എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഈ നമ്മുടെ എന്താ പറയുക, കുമ്പളങ്ങ തന്നെയാണല്ലോ. പക്ഷെ പലർക്കും ഈ കുമ്പളങ്ങ ഉപയോഗിച്ചിട്ടുള്ള വിഭവങ്ങൾ ഇഷ്ടമല്ല എന്ന് മാത്രം. അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ചൊരു വികാരമുള്ള കറി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ സദ്യയിലാണെന്നുണ്ടെങ്കിലും ഓലൻ, അതായത് കുമ്പളങ്ങ വൻപയർ ചേർത്തിട്ടുള്ള ഓലൻ, അല്ലാതെ തയ്യാറാക്കണ ഓലൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ സാധാരണ രീതിയിൽ. അപ്പോൾ അതേ കാക്കകളൊക്കെ കൂട് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നുകൊണ്ട് ചെടിയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്നിങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ നല്ല വെറൈറ്റി പൂവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ പഴയകാല നന്ദ്യാർവട്ടം എന്നൊക്കെ പറയില്ലേ, നന്ദ്യാർവട്ടം തന്നെയല്ലേ, അതേന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ചെത്തികൾ, കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ പറയുക, ചെത്തികളിലൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ ചെറിയ ഇലയുണ്ടല്ലോ, ഇത് ശതാവരിയാണ് കേട്ടോ. ശതാവരിക്കും അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദ മരുന്നൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ശതാവരി ഉപയോഗിച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ശതാവരി ഉപയോഗിച്ചുള്ള അച്ചാർ ഉണ്ടാക്കാം. നല്ല ആഴത്തിൽ പൂന്ന് കേട്ടിട്ടുണ്ട് ഈ ശതാവരിയുടെ ആ ഒരു എന്താ പറയുക. അതിൻ്റെ ഉള്ളിൽ ഈ ചേമ്പിൻ്റെയൊക്കെ പോലെ എന്താ പറയുക ചെറിയ രീതിയിൽ കിഴങ്ങുകളുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ആയുർവേദ മെഡിസിൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കണത് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ്. പല പ്രാവശ്യം നാട്ടിൽ വരുന്ന സമയത്ത് ഈ ശതാവരി ഉപയോഗിച്ചിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പറ്റണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതേ ചെടികളും പൂക്കളും സംഭവങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വഴുതിനിങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇത് വലിയച്ഛൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടത്തെ വഴുതിനിങ്ങ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വഴുതിനിങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് അങ്ങോട്ട് ഉണ്ടാവും.
പഴുത്തും ഉണ്ടായും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരു സമയത്തൊക്കെ. രാവിലേക്കാണ് പിന്നെയും ഇറങ്ങാൻ പറ്റുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടാണ്. രാവിലെ എണീറ്റാൽ തൊട്ട് തന്നെ ചൂട് തന്നെയുണ്ട് കേട്ടോ. മാങ്ങ കണ്ടില്ലേ, നന്നായിട്ട് പഴുത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒരുപാട് മാങ്ങയുണ്ട് ഇതുമ്മേ. കുറേയൊക്കെ ഇങ്ങനെ വീണ് ഇങ്ങനെ പോകുന്നുണ്ട്. പോകുകയല്ല, നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ പൊട്ടിക്കണം ഒക്കെ ഉണ്ട്. ഗപ്പികൾ കണ്ടോ, ഒക്കെ മഞ്ഞ കളറിലുള്ള ഗപ്പികളാണ്. 2 ഗപ്പീനെ കൊണ്ടിട്ടതാണ്. പക്ഷേ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിറയൂല ഗപ്പികൾ എന്നൊക്കെ പറയുമ്പോൾ. ഇതിൽ ആമ്പലൊക്കെ വളർത്തുന്നതാട്ടോ. അപ്പോൾ അതിൽ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ ഗപ്പികൾ അല്ലെങ്കിൽ ഏതെങ്കിലും മീനുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളിപ്പോൾ മണി പ്ലാന്റ് അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് വെള്ളത്തിൽ വെച്ച് വളർത്തില്ലേ, അപ്പോൾ അപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു വെള്ളത്തിൽ ഗപ്പികളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല അങ്ങനെ പെട്ടെന്നൊന്നും ചത്തൊന്നും പോവില്ല, നല്ല രീതിയിൽ തന്നെ ജീവിക്കും. അപ്പോൾ അതുപോലെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊതുകുകളൊന്നും മുട്ടയിട്ടിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നല്ലതാണ്. ഇവിടെ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കാറിൻ്റെ അടിയിലാണ് എപ്പോഴും വന്നിരിക്കുക. അപ്പോൾ ഈ മീനിൻ്റെ തലയൊക്കെ എടുത്ത് കൊണ്ട് വന്ന് ഇത് കഴിക്കുന്നുണ്ട്. ചെറിയ 3-4 പൂച്ചക്കുഞ്ഞുങ്ങളെ ഇവിടെ എപ്പോഴും കാണാം മുറ്റത്തൊക്കെ. അപ്പോൾ അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊള്ളിയൊക്കെ വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളി നമുക്ക് കപ്പ ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്ത്. അല്ലെങ്കിൽ കൊള്ളി പുഴുങ്ങിയതും ഉള്ളി ചമ്മന്തിയും, ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെയുള്ള കോമ്പിനേഷൻസാണ് ഇതൊക്കെ. ഉള്ളി ചമ്മന്തിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ, അല്ലെങ്കിൽ നാളികേരം ചെരുകിയതും പച്ചമുളകും അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, നാളികേര പാല് ചേർത്തിട്ട് പാൽക്കപ്പ, ഇതൊക്കെ ഇതിൻ്റെ എല്ലാ റെസിപ്പീസും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ വരുമ്പോഴാണ് നല്ല കൊള്ളി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുക. അവിടെ ബാംഗ്ലൂർ കൊള്ളി കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുന്ന അത്ര ടേസ്റ്റി അല്ലാത്ത കൊള്ളിയാണ് നമുക്കൊക്കെ അവിടെ കിട്ടാറ്. അത് ചിപ്സിന് വേണ്ടിയിട്ട് വരുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ടേസ്റ്റ് ഇല്ലാത്ത, എന്താ പറയുക, അങ്ങനെ ഹാർഡായിട്ടിരിക്കുന്നതെന്ന്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കൊള്ളിയാവുമ്പോഴേ. പിന്നെ ഇതിവിടെ കണ്ടോ, കാന്താരി മുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ ഇങ്ങനെ അവസാനിക്കണം കേട്ടോ. നാട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കൂടൽമാണിക്യം ഉത്സവമൊക്കെ തുടങ്ങിയപ്പോൾ ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.